ചവറ CI കൂടി ചേരുകയാണ്. സർ, ഇപ്പോൾ ഒരു മരണവാർത്ത അത്യന്തം ദുഃഖകരമായി നമ്മൾ കേൾക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിൽ മനസ്സിലായിട്ടുള്ള വിവരം? കേസ് എടുത്തിട്ടുണ്ടോ? അതെ, തെക്കുമാൻ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ അതിലൂടെ അച്ഛൻ രാജേശ്വരൻപിള്ള സ്റ്റേഷനിൽ വന്നു പരാതി വന്നു. അതിന്റെ അടിസ്ഥാനത്തില് അതിലൂടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി തെക്കുമാൻ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലപാതകം, ഗാർഹിക പീഡനം, മർദ്ദനം, ഡൗറി പ്രൊവിഷനത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരന്തരമായ പീഡനമായിരുന്നോ ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്? അങ്ങനെയാണോ പരാതിയിൽ പറയുന്നത്? അതെ അതെ, ഈ അതിലൂടെ അമ്മ അങ്ങനെയാണ് മൊഴി വന്നിട്ടുള്ളത്. അതായത് ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. അപ്പൊ അന്ന് മുതൽ പീഡനം ഉണ്ടെന്നാണ് അമ്മ മൊഴി തന്നത്. അതിന്റെ അടിസ്ഥാനത്തില് കേസെടുത്തിട്ടുണ്ട്. 1.5 വർഷമായി അവർ ഇപ്പോൾ ഷാർജയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവുമായി ഒന്നിച്ച് ഈ 1 വർഷമായിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് അവസാനം പോയത്. 1 വർഷമാണ്. 1 വർഷമായിട്ട് ഇപ്പം ഭർത്താവും അതിലെയും ഗൾഫിലാണ്, ദുബായിലാണ്, ഷാർജയിലാണ്. ഇത്ര വർഷമായി പീഡനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർ പരാതിയായി തരുന്നുണ്ട്. മകളെ തിരികെ എത്തിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ അവർ മുൻപ് നടത്തിയിരുന്നോ സാർ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, നേരത്തെ ഒരു പരാതി ശാസ്താംകോട്ട കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നൊരു കോടതിയിൽ കോംപ്രമൈസായി പോയതാണ്. അതിനുശേഷം നിലവില് ഇപ്പോഴാണ് അതിന്റെ നേരത്തെ കാര്യങ്ങൾ അമ്മയോട് പറയാറുണ്ട്. പക്ഷെങ്കിലും ഇപ്പം കൂടുതലായിട്ട് അമ്മയോട് ഇപ്പൊ ഈ ആത്മഹത്യക്ക് ശേഷമാണ്, ഈ മരണത്തിന് ശേഷമാണ് അമ്മ നമ്മുടെ പരാതിയായിട്ട് വരുന്നത്. ഇപ്പൊ പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ പലതും ഇവരിപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ ഈ സംഭവത്തിന് ആധാരമായതൊക്കെയും അവിടെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന കേസ് എത്രമാത്രമാണ് അതിൽ നമുക്ക് മുന്നോട്ട് പോകാനാകുക? ഇല്ല, നമ്മൾക്ക് ഒരു പരാതി ലഭിച്ചു. അമ്മയുടെ അച്ഛൻ വന്ന പരാതി പറഞ്ഞു, അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി പേരിടുന്നുണ്ട്. അപ്പൊ അവിടെ ബാക്കി അവിടുത്തെ നടപടി എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യും. നമുക്ക് നിയമപരമായിട്ട് കേസെടുക്കാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആരോപണ വിരോധനയും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ പുറത്ത് റെഫറൻസ് ചെയ്താൽ തന്നെ നമുക്ക് കേസെടുക്കാവുന്നതാണ്. ഓക്കെ, വളരെ നന്ദി സാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്.